ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ എണീച്ച പാടുള്ളൊരു കോലാണ്. കുറേ നാളായില്ലേ ഒരു ഡെയിലി വ്ളോഗൊക്കെ അങ്ങനെ എടുത്തിട്ട്. അപ്പം ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ബാക്കി ഷൂട്ട്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് എത്രമാത്രം ഇത് ഫുള്ളി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പം ഞാൻ എണീച്ച ഒരാളെ താഴെ കൊണ്ടേ കിടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് തന്നെ അവൾ എണീച്ചു. ഇന്ന് കുറച്ച് ക്രാങ്കി ആയിട്ടാണ് എണീച്ചത്. ആക്ച്വലി പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ ആളുടെ മൂഡ് മാറി. രാവിലെ തന്നെ കരച്ചിലോട് കരച്ചിലാണ്. അപ്പം ഇപ്പം ഈയിടെയായിട്ട് കുറച്ച് വാശിയും കരച്ചിലും ഒച്ചയും ബഹളവും മീൻസ് കൂക്കലും ഒക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ കറി തട്ടെ. അപ്പോൾ ഇതാ ഞാൻ ഷുട്ടുവിനോട് പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് നല്ല ചപ്പാത്തിയും അതുപോലെ തന്നെ നമുക്ക് ഇന്നലത്തെ ചിക്കൻ കറി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അമ്മ എല്ലാം പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് വേണ്ടത് ഓൾറെഡി അവർ കഴിച്ചു. നമ്മളെന്തായാലും ലേറ്റായി എണീക്കുന്നതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ടുള്ളത് ഞാനങ്ങ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ചില ദിവസം അമ്മ നമ്മളെ കാത്തുക്കും കഴിക്കാൻ വേണ്ടിയിട്ട്, ചില ദിവസം നമ്മൾ തന്നെ കഴിക്കും. അപ്പോൾ ഇതാ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് ഇതാ കറിയൊക്കെ ഒന്ന് ചൂടാക്കി സെറ്റാക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഷുട്ടൂന് ഫുഡും ഒക്കെ കൊടുത്ത് കഴിയുമ്പോഴേക്കും ഒരു ടൈം ആവും. അങ്ങനെ അപ്പം ഞാൻ ചായ ഒന്നും കുടിച്ചില്ല. ഇപ്പം എനിക്കും ചായ കുടിക്കണം, നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം, വീഡിയോ എടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോൾ നമുക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വിശേഷം. കുറേ ആയില്ലേ ഒരു വ്ളോഗ് എടുത്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡെയിലി വ്ളോഗ് അങ്ങ് എടുക്കാമെന്ന്. എത്രത്തോളം ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മറന്നു പോകും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ചായ കുടിച്ചിട്ട് കാണാം. രാവിലെ യൂഷ്വലി ഓരോ ദിവസവും ഓരോ പോലെയാണ്. ഇന്ന് ഞാൻ ഷുട്ടൂന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അവൾ നേരത്തെ എണീച്ചിട്ടുണ്ടെന്നാണെങ്കിൽ അവൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ അവൾ ലേറ്റായിട്ട് എണീക്കുന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ കഴിക്കും. അപ്പം അങ്ങനെ അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാനും ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ നേരെ ഡയറക്റ്റ് ഇവൾ കുറച്ച് സമയം എന്തായാലും കളിക്കാൻ പോകും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് സമയം ടി വി എങ്കിലും വെച്ച് കൊടുത്തിട്ട് ഞാൻ എൻ്റെ വർക്കിലേക്ക് കയറും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ എനിക്ക് പുറത്തുനിന്നൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിനിത് ഞാൻ ഷുട്ടൂനെ അവിടെ കളിക്കാൻ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾ വരുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഷൂട്ടും പരിപാടിയെല്ലാം തീർക്കണം. ജ്വല്ലറി ഷൂട്ട് ചെയ്ത് വെക്കാനുണ്ട്. അതുപോലെ തന്നെ സാരി ഇപ്പോൾ നമ്മൾ ഉടുത്തിട്ടാണ് പ്രസൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കണം. അതാണ് മെയിനായിട്ട് ഇപ്പോൾ ഉച്ച വരെയുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടും കൂടെ ആയതുകൊണ്ട് ഭയങ്കര പാടാണ്. ഇത് ഉടുത്ത് വെച്ച് കഴിയുമ്പോഴേക്ക് തന്നെ ഒരു ടൈമാവും. ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്ക് വേറൊരു ടൈമാവും. പിന്നെ എഡിറ്റ് ചെയ്യണം. അതിന് കുറച്ച് പരിപാടീസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പോയി ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് അപ്പം വീഡിയോ എടുത്തതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഇന്നത്തെ ഒരു ഔട്ട്ഫിറ്റ് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. ഇന്ന് നമ്മുടെ ഒരു മൽക്കോട്ടൻ്റെ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സാരി കേട്ടോ. ഇത് നമ്മുടെ എന്താ ഒരു കളർ പറയുക, ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു കൈൻഡ് ഓഫ് യെല്ലോയിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. അതിൽ നമുക്ക് മുന്താണി വരുന്നത് നല്ല ഡാർക്ക് ബ്രൗൺ ആണ്. ഫുള്ള് ഞാൻ കാണുന്നില്ല ഇതിനകത്ത്, കാരണം ഞാൻ ലോങ് വീഡിയോ ആയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിത് സൂം ചെയ്ത് വെച്ചേക്കുന്ന എൻ്റെ ആ ബ്ലൗസ് പീസിൻ്റെയും കുറച്ചും കൂടെ ഡാർക്കർ ഈ ഒരു വേർഷനാണ്. ഇതാണ് ശരിക്കുള്ള ഫുൾ ഓഫ് ഒരു സാരി ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ നമ്മുടെ മഹിജ ബൈ വിസ്മയ എന്നുള്ള യൂട്യൂബിൻ്റെ പേജിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പേജിലും ഞാൻ എന്താ പറയുക വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വാട്സപ്പ് ത്രൂ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ പ്യുവർ മൾക്കോട്ടനിൽ വരുന്ന സാരിയാണ്, വിത്ത് ബ്ലൗസാണ്. നമ്മുടെ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് ബ്ലൗസ് പീസും വരുന്നത്. ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പീസാട്ടോ. അപ്പോൾ ഞാനിത് റീലെടുക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തൊരു പോർഷൻ ഇവിടെ വെറുതെ ഇങ്ങനെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒട്ടും ചൂടെടുക്കാത്തൊരു മെറ്റീരിയലുള്ള ഒരു സാരിയാണ്. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജ്വല്ലറീസും ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ പേജിലൊന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. വാട്സപ്പ് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അതല്ല ഡയറക്റ്റ് ഇൻസ്റ്റഗ്രാം വഴിയാണെങ്കിലും പർച്ചേസ് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ ജ്വല്ലറി ഷൂട്ടിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളൊരു കമ്മലാണ്. അങ്ങനെ ഏകദേശം ഷൂട്ടും പരിപാടിയെല്ലാം കഴിഞ്ഞ് എഡിറ്റിങ്ങും കഴിഞ്ഞു എൻ്റെ. അപ്പോഴേക്കും ഷൂട്ടൂപ്പ് എത്തിയിട്ടുണ്ട്. ആള് ടി വി കാണുന്നു. അപ്പോൾ അവളെ ഇത് എനിക്ക് എന്താ പറയുക കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാം. ഷുട്ടു ടി വി കാണുന്നതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ എനിക്ക് എന്തായാലും കോപ്പിറൈറ്റ് കിട്ടും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓരോ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഡിസ്റ്റർബൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവളങ്ങനെ അവിടുന്ന് ടി വി കാണട്ടെ. എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പീസസ് ഓഫ് മാംഗോ സീസണിലുള്ള മാംഗോസ് ബാക്കിയുണ്ടായിരുന്നു. ഇനി കഴിഞ്ഞു എല്ലാം ഒരുവിധം. അപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു.
അമ്മ ഓൾറെഡി ഇന്നലെ പറയുന്നുണ്ടായിരുന്നു കഴിക്കണം കഴിക്കണം എന്ന്. പിന്നെ ഞാൻ ഈ വണ്ണം വെക്കുന്നതുകൊണ്ട് ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അധികം മാംഗോസ്, ചക്ക അങ്ങനത്തെ പഴുത്ത സാധനങ്ങളൊന്നും അധികം അതിനെ കഴിക്കാറില്ല. ഭയങ്കര ഒരു ക്രേവിങ്സിന് വേണ്ടിയിട്ട് ആകെ ഒരു 2 കഷ്ണം എടുക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നമ്മുടെ കട്ടിയുള്ള ഈ മാങ്ങ ഉണ്ടല്ലോ. ഇതിന് നമ്മുടെ നാട്ടിൽ നമ്പ്യാർ മാങ്ങ എന്നാണ് പറയുക. നിങ്ങളവിടെ എന്താണ് അതിന് പറയാമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അത്യാവശ്യം നല്ല കട്ടിയുള്ള മാങ്ങയില്ലേ, അതാണ് നമ്മുടെ ഇവിടെ കൂടുതൽ നമ്മുടെ പറമ്പത്തെല്ലാം ഉള്ളത്. അപ്പോൾ അതാണ് എനിക്ക് കൂടുതലിഷ്ടം. പിന്നെ നാട്ടുമാങ്ങയൊക്കെ ഉണ്ട്, പക്ഷെ അത് ഞാൻ അധികം അങ്ങനെ കഴിക്കാറില്ല. കൂടുതലും ഈ സംഭവമാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ ചുട്ടൂന് കൊടുത്തപ്പോൾ അവൾ വേണ്ട ജ്യൂസ് അടിച്ചിട്ട് മതി എന്ന് പറഞ്ഞു. സോ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ജ്യൂസ് അടിച്ചു. കാരണം അതിന് മുന്നേ അവൾ എന്തോ പഴമോ എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനിതാ നമ്മുടെ മാംഗോസ് ഒക്കെ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. എനിക്ക് മാംഗോ ജ്യൂസ് എനിക്ക് അത്ര ഇഷ്ടമല്ല, ഭയങ്കര കട്ടിയുള്ള പൾപ്പാണല്ലോ. സോ ഐ ഡോണ്ട് ലൈക്ക്. അപ്പോൾ എനിക്ക് ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഇങ്ങനെ അധികം കട്ട് ചെയ്ത് കഴിക്കാൻ ഇഷ്ടം. കുടിക്കുന്ന നമ്മുടെ ജ്യൂസസ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർമെലൺ, ഓറഞ്ച്, അതൊക്കെയാണ് കുടിക്കുന്ന ജ്യൂസസ് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ കല്യാണത്തിനൊക്കെ പോകാനുള്ളതുകൊണ്ട് ഞാൻ നെയിൽ പോളിഷ് ഇടൽ പരിപാടിയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ സാരി സെലക്ഷൻ പരിപാടിയിലായിരുന്നു. അപ്പോൾ നമ്മൾ ഈവനിങ് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ നാളെ എന്തായാലും കല്യാണത്തിന് പോകുന്നില്ല, കാരണം ഈ ഒരു ഹോട്ട് ക്ലൈമറ്റിൽ ഷുട്ടൂനെയും കൊണ്ട് എങ്ങനെയും നടക്കൂല. വൈകുന്നേരം വരുമ്പോഴേക്കും ഞാൻ തലവേദന എടുത്ത് സൈഡായി കിടക്കേണ്ടി വരും. ഇവളെ കല്യാണ നിമ്മീൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പുറത്തെ കറക്കി വീഡിയോ ഒന്നും പറഞ്ഞിട്ടില്ല. നിമ്മിയില്ല എൻ്റെ അപ്പുറം പഠിച്ച അപ്പുറത്തെ കറക്കേ 10-നാ 5-നാ അങ്ങാറ്റ് ഇതിൽ ഫോട്ടോ കണ്ടിരുന്നു. അങ്ങനെ നമ്മൾ 1ഉം 2ഉം പറഞ്ഞ് കല്യാണത്തിന് പോകാനുള്ള പ്രപ്സും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ള സമയമായി. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നലത്തെ കുറച്ച് ഗീ റൈസ് ബാക്കി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ റിപ്പീറ്റേഷൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വെച്ചത്. പിന്നെ നമ്മൾ പിന്നെയും വെച്ചാൽ പിന്നെയും ചീത്തയാവും. വൈകുന്നേരം എന്തായാലും കല്യാണത്തിന് പോകുമല്ലോ. സോ നമ്മൾ അങ്ങനെ ഫുഡ് കഴിച്ചു. ഷുട്ടൂന് ഞാൻ അമ്മ ഓൾറെഡി ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവൾ ഗീ റൈസ് കണ്ടുകൊണ്ട് അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഇത് അച്ചച്ചൻ സ്റ്റാർ സിംഗർ കാണുന്നതിൻ്റെ ഇടയിലുള്ള ഗുസ്തി പ്രകടനങ്ങളാണിത്. ഇനി ഇത് കഴിഞ്ഞ് ഓളെ കൊണ്ട് ഉറക്കണം. നമ്മൾ ചോറൊക്കെ തിന്ന് നല്ല ക്ഷീണിച്ചു. ചൂട് എന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കാത്ത ചൂടാണ് ഗൈസ്. കുറച്ചമ്മ ഉറങ്ങിയിട്ടില്ല, എന്തായാലും എനിക്ക് തലവേദന ഉറപ്പാണ്. തലവേദന വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ വൈകുന്നേരത്തെ കല്യാണവും പരിപാടിയെല്ലാം തകതിമി തോവായിപ്പോവും. അപ്പോൾ എന്തായാലും കുറച്ചൊന്നും നമ്മൾ ഉറങ്ങട്ടെ. ഷുട്ടു എണീച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ എണീച്ചതാ ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഗീ റൈസും ചിക്കനൊക്കെ കഴിച്ചിട്ട് കുറച്ച് ദമ്മാണ്. പിന്നെ എൻ്റെ കയ്യിൽ നെയിൽ പോളിഷിൻ്റെ അവസാനത്തിൽ നിങ്ങൾ ആരും പേടിക്കരുത്. ഞാൻ നമ്മൾക്ക് നെയിൽ ആർട്ട് ചെയ്തതിൻ്റെ ആ ഒരു പാച്ചസ് സംഭവം കയ്യിൽ നിന്ന് പോകുന്നേ ഇല്ല. ഇനിയിപ്പോൾ ഞാനിത് കളയാൻ വേണ്ടി അവിടെ തന്നെ പോകേണ്ടി വരുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ തന്നെ നെയിൽ പോളിഷ് ഇട്ടിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതിന് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ ചുട്ടു എണീക്കുന്നതിന് മുന്നേ തന്നെ കുളിച്ചു. അവളെ ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് റെഡിയാവുന്നതിൽ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന സംഭവമാണ് ഈ കണ്ണ് ഐലൈനർ വരയ്ക്കുക, വിങ്സ് ഇട്ട് കണ്ണെഴുതുക എന്നുള്ളത്. കാരണം അതിന് ഞാൻ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് 2 കണ്ണും രണ്ടും ഒരുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പരിപാടി പെട്ടെന്ന് അങ്ങ് തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ സാരി ഡ്രൈപ്പിംഗ് ഒക്കെ ഞാൻ വേഗം ചെയ്യും. ഞാൻ അതിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ്. അപ്പോൾ ഐലൈനർ പെട്ടെന്ന് തന്നെ വരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ ഒന്നുമില്ല, സ്കിൻ കെയർ ചെയ്തിട്ട് അങ്ങ് പോവല്ലേ വേണ്ടു. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടിയിലേക്ക് കടന്നു ഞാൻ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇത് നമ്മൾ റെഡിയാവാൻ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ കുഞ്ഞായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്നത് ഞാൻ കണ്ണെഴുതാനാണ്. അതുകൊണ്ട് ഞാൻ അത് ഫസ്റ്റ് ചെയ്ത് വെച്ചു. ഇതാ ചുട്ടു ഉറങ്ങി എണീച്ചും പാലൊക്കെ കൊടുത്തും സെറ്റാക്കി ഉണ്ട്. ഇനിയിപ്പം എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാൻ കൊടുക്കണം. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും റെഡി ആയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഫുൾ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം. ആരാമല ഫോണ് ചാടി
അങ്ങനെ ഇതാ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ നാളെ കല്യാണത്തിന് പോകാത്തതുകൊണ്ട് ഇന്ന് നമ്മൾ കുറേ നാളായി ഞാൻ സാരിയൊക്കെ ഉടുത്തിട്ട് ഇതൊക്കെ വെറുതെ അൾമാരയിൽ കൊണ്ട് പൂട്ടി വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സോ സാരി ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സെമി ബനാറസി ജോർജറ്റ് സാരിയാണ്. ഞാൻ ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ഉള്ള ആളാണ് ഇങ്ങനെയൊക്കെ മുടി കെട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ അതൊക്കെ ഇപ്പം മാറ്റി നല്ല സ്റ്റൈലായിട്ട് ഞാനൊരു ലോ പോണിയൊക്കെ കൊടുത്തിട്ടാണ് മുടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഞാനൊരു നമ്മുടെ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ, ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ അപ്ലോഡ് ചെയ്യും. അങ്ങനെ ഇതാ നമ്മൾ റെഡിയായി എല്ലാവരും എത്തി. നമ്മൾ കുറച്ച് വണ്ടി നിറയെ ആൾക്കാരുണ്ട് പോകാൻ വേണ്ടിയിട്ട് കല്യാണത്തിന്. അങ്ങനെ പോകും നമ്മൾ ആക്ച്വലി നമ്മൾ വിചാരിച്ചാലും കുറച്ച് ലേറ്റായി. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ വന്നു. സോ നമ്മൾ നല്ല ലേറ്റായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ കല്യാണ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ പോകുന്ന സമയത്ത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങനെ വരാൻ പറ്റില്ല. കുറച്ച് സമയം അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതാ ചുട്ടുപ്പി മെയിനായിട്ട് കല്യാണ വീട്ടിൽ പോകുന്നത് കുട്ടികളെ കാണാനാണ്. മീൻസ് കുറേ കുട്ടികളെ കൂടെ കളിക്കണം. പോയപാട് തന്നെ നല്ല ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു, നെയ്യപ്പം എന്ന് പറയും നമ്മളെ സൈഡിൽ. പിന്നെ നമ്മൾ പൊട്ടിയപ്പം അതും ഇതൊക്കെ കഴിച്ചു. ഇവളിതാ ഓരോ പിള്ളേരെ കാണുമ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഓരോ കുട്ടികളെയും സൈഡാക്കി കളിച്ചുകൊണ്ടിരിക്കുന്നായിരുന്നു. ഇക്കു ക്യാമറയിൽ വരാൻ ഒരു താല്പര്യക്കുറവ് കാണിച്ചു. ഞാൻ അപ്പം വിട്ടില്ല, ഞാൻ പിടിച്ച് വെച്ചെടുത്തു അവനെ. അങ്ങനെ ഇതാ നമ്മൾ അറ്റ് ലാസ്റ്റ് സ്റ്റേജിലായി. പിന്നെ ഇവളെ കളി അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെയൊക്കെയോ കൂട്ടിപ്പിടിച്ചതാ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ആസ് യൂഷ്വൽ എല്ലാ വീട്ടിലും ഇപ്പം ബിരിയാണി ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ. സോ നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയി. ഷുട്ടു എൻ്റെ മടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഉച്ചയ്ക്ക് ഗീ റൈസൊക്കെ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഞാൻ മടുത്തിട്ടുണ്ടായിരുന്നു. ഐ ജസ്റ്റ് വാണ്ട് നല്ല സദ്യ വേണം എന്നുണ്ടായിരുന്നു. പക്ഷേ കല്യാണത്തിന് പോകാനുള്ള വകുപ്പില്ല, എനിക്ക് വയ്യ ഇവളെയും കൊണ്ട്. അത് കഴിഞ്ഞ് ഇതാ നേരെ വീട്ടിലെത്തി. ഇന്ന് ജാനുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് ചെറിയൊരു കേക്ക് കട്ടിങ് പരിപാടിക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോ നമ്മൾ വന്ന് നേരെ അങ്ങോട്ടേക്കാണ് വെച്ച് പിടിച്ചത്. ഇതാ എല്ലാ കേക്കെല്ലാം എടുത്ത് സൈഡാക്കി സെറ്റാക്കി വെക്കുന്നുണ്ട്. ഷുട്ടു ഇസ് വെരി എക്സൈറ്റഡ് ഫോർ കട്ട് ദി കേക്ക്. അവളാണ് ബർത്ത്ഡേ ആരതാണെങ്കിലും അവൾക്ക് കേക്ക് കട്ട് ചെയ്യണം. അതാണ് മെയിൻ അജണ്ട. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജാനുട്ട, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ഇതാ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഷുട്ടൂന് ഭയങ്കര എക്സൈറ്റഡ് ഫോർ കേക്ക് തിന്നൽ. ഈ പിള്ളേർക്കൊക്കെ എന്താണെന്നറിയില്ല, ഇതിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവളെടുത്ത് വയലിട്ടു, നിലത്ത് വീണു, എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ കേക്ക് കട്ടിങ്ങിന് വേണ്ടി പോയി. സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇവരും ആക്ച്വലി കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു. എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായി. അപ്പോൾ ഇതാ അങ്ങനെ കല്യാണ പരിപാടിയും ബർത്ത്ഡേ പരിപാടിയും എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. നല്ല ടയേർഡായിപ്പോയി. വൈകുന്നേരം പോയാൽ ചൂടുണ്ടാവില്ല എന്ന് വെച്ചിട്ടാണ് ആക്ച്വലി ഞാൻ നാളെ കല്യാണത്തിന് മുന്നിൽ ഇന്ന് പോകാമെന്ന് വിചാരിച്ചത്. വൈകുന്നേരം ആണല്ലോ, പക്ഷേ വിചാരിച്ച പോലെയല്ല, നല്ല ചൂടുണ്ട്. വൈകുന്നേരം രാവിലെയൊക്കെ കണക്കാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നല്ല ടയേർഡായി, നല്ല ഉറക്കം വരുന്നുണ്ട്. ഇപ്പം തന്നെ സമയം നമ്മൾ 11 മണി കഴിഞ്ഞു. ഈ മൂപ്പർ എപ്പാണ് ഉറങ്ങുകയെന്ന് പോയിട്ട് പിടിയില്ല. എങ്ങനെയെങ്കിലും പാട്ടൊക്കെ വെച്ച് കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കണം. അപ്പോൾ നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബൈ.